പ്രൊഡക്റ്റുകളുണ്ട്? ഓരോന്നും പറഞ്ഞേ. ഗാർഡൻ ഗോൾഡ്. ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വളമാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന, നമ്മുടെ വീട്ടിലുള്ള ഇത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇൻഡോർ പ്ലാന്റിലും അതേമാതിരി തന്നെ തെങ്ങിനും വരെ ഉപയോഗിക്കാം. ഇത്തിരി കൂടുതൽ ഇടണമെന്നുള്ളൂ, വളം ഇടാറില്ല നമ്മള് എന്ന മാതിരി. അപ്പൊ ഒരു വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റിന് ഗാർഡൻ ഗോൾഡ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങള്, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങള് നല്ല രീതിയിൽ ഗ്രോത്തോടുകൂടി ഉണ്ടാവും. എന്നുവെച്ചാൽ നല്ല നിറം, നല്ല രുചി. നമുക്ക് എന്താ വേണ്ടത്? രുചിയാണ് വേണ്ടത്. അപ്പൊ അതിന് പറ്റിയൊരു വളമാണ്. അത് ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതും അതേമാതിരി തന്നെ എളുപ്പത്തില് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വളമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗാർഡൻ ഗോൾഡ്. പിന്നെ എന്താ ഉള്ളത്? ഡിഫൻഡ്. ഡിഫൻഡ്. പിന്നെന്താ പ്രൊഡക്റ്റ് ഉള്ളത്? ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് അതിനോടനുബന്ധപ്പെട്ട് പറഞ്ഞു. ഡിഫൻഡ് ഡിഫൻഡ് പറഞ്ഞ ഡിഫൻഡ് എന്താ? നമ്മളെ ക്രിക്കറ്റില് ഡിഫൻഡ് എന്ന് പറയുന്നത് എന്തൊട്ടാ പറയാറ്? പ്രതിരോധം. നമ്മള് ക്രിക്കറ്റിൽ ഒരു ബോൾ വന്നു കഴിയുമ്പോ അതിനെ അടിച്ചു തെറിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് ഡിഫെൻഡ് ചെയ്തിടാം. ചെറിയ ആളെ വിറ്റ് തെറിപ്പിക്കാണ്ട് ക്രിക്കറ്റിലെ ഔട്ട് ആവാണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ കാർഷിക വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രതിരോധിക്കാൻ, കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യണമെന്നാ ഫംഗസ്, കീടങ്ങള്, പുഴുക്കള്, ഇതൊക്കെയാണ്. അതൊക്കെ വന്നു കഴിയുമ്പോ അതിന്റെ ആ കൃഷിനെ നശിപ്പിച്ച് കളയാണ്. അപ്പൊ അതിന്റെ വിളവുകളെ ഒന്നുകിൽ ഇല തിന്ന് നശിപ്പിക്കുക, അല്ലെങ്കിൽ വേരിലൂടെ ഫംഗസ് വന്ന് ആ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസുകളുടെ ഇതുകൊണ്ട് അതിന്റെ ഗ്രോത്ത് നഷ്ടപ്പെടും, കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കാനായി ഡിഫൻഡ് എന്ന് പറഞ്ഞ തന്നിരിക്കുന്ന ഡിഫൻഡ് എന്ന് പറയുമ്പോ ഒരു കീട പ്രതിരോധിനിയാണ്. അത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മള് സാധാരണ പച്ചക്കറി അതേമാതിരി തന്നെയുള്ള കൃഷികൾക്കൊക്കെ ആണെങ്കിൽ അത് ഒരു 2 ഗ്രാം മുതൽ 4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം.